നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ ബേസിക് ആയിട്ടുമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയും. ബേസിക് ആവാൻ കാരണം നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ബാക്കി വരുന്ന എല്ലാ ചാപ്റ്റേഴ്സിലും ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിലും യൂസ് ഉണ്ട്. ഇപ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയാലും പേഴ്സൻറ്റേജ് ആയാലും ടൈം ആൻഡ് സ്പീഡ് ആയാലും അങ്ങനെ ഓൾമോസ്റ്റ് അരിത്മെറ്റിക്കിൽ വരുന്ന എല്ലാ ചാപ്റ്റേഴ്സിലും ഈ റേഷ്യോ പ്രപ്പോർഷൻ യൂസ്ഫുൾ ആണ്. ഓക്കെ, അത്രയും ബേസിക് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താണ് ആക്ച്വലി റേഷ്യോ എന്ന് പറഞ്ഞാൽ? റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ലൈക്ക് ക്വാണ്ടിറ്റീസിനെ സെയിം ക്വാണ്ടിറ്റീസിനെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളിനെയാണ് റേഷ്യോ എന്ന് പറയുക. എന്താണ്? ലൈക്ക് ക്വാണ്ടിറ്റീസിനെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് റേഷ്യോ എന്ന് പറയും. അപ്പോൾ എന്താണ് ലൈക്ക് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്? ഇപ്പോൾ നമുക്ക് പറയാം, എക്സാമ്പിളായിട്ട് ആൺകുട്ടികളെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണത്തിന് നമുക്ക് എന്താ പറയാം, ലൈക്ക് ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. കാരണം എന്താണ്? അവിടെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും ബോയ്സും ഗേൾസും ആണ് പറയാം, അത് ലൈക്ക് ക്വാണ്ടിറ്റി അല്ലല്ലോ. ബട്ട് ക്വാണ്ടിറ്റി അതല്ല, അത് സബ്ജക്റ്റാണ്, നമ്മളൊരു ഒബ്ജക്റ്റ് മാത്രമാണ് അല്ലേ. എന്താണ് മെയിൻ ആയിട്ടുള്ള കാര്യം? ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അവരുടെ എണ്ണമാണ്. ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് നമ്പർ ഓഫ് ഗേൾസ്, ആ നമ്പർ ഓഫ് ആണ് ലൈക്ക് സെയിം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളതുപോലെ ഒരു വോളിയം, ഒരു ബോട്ടിലിൻ്റെ വോളിയം, അതുപോലെ ഒരു ടാങ്കിൻ്റെ വോളിയം എടുത്തു. ഈ ടാങ്കിനെയും ബോട്ടിലും നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം? ബൈ ഇറ്റ്സ് വോളിയം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. ഒന്ന് 10 ലിറ്ററും മറ്റേത് 1000 ലിറ്ററും, ആ രീതിയിൽ കമ്പയർ ചെയ്യാം. ഓക്കെ, അതുപോലെ നമുക്ക് വെയിറ്റ്, രണ്ടാൾക്കാരുടെ വെയിറ്റ്, ഒരാളുടെ വെയിറ്റ് 100 കിലോ, മറ്റൊരാളുടെ വെയിറ്റ് 50 കിലോ, അങ്ങനെയാണെങ്കിൽ ആ വെയിറ്റുകൾ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. ആൾക്കാർ തമ്മിലുള്ള വെയിറ്റുകളെയാണ് നമ്മൾ, ആ യൂണിറ്റിനെയാണ് കമ്പയർ ചെയ്യുന്നത്. സെയിം ക്വാണ്ടിറ്റി, എന്താ സെയിം ക്വാണ്ടിറ്റി? വെയിറ്റ് ഓഫ് ദ പേഴ്സൺ. അതിന് നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ. അങ്ങനെ ലൈക്ക് ക്വാണ്ടിറ്റീസിനെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അത് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളെങ്ങനെ റേഷ്യോനെ റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുതുക? ഇപ്പം നമ്മളെ എൻ്റെ ക്ലാസ്സിൽ 20 ആൺകുട്ടികളും 30 ഗേൾസും പെൺകുട്ടികളുണ്ട് അല്ലേ. 20 ബോയ്സ് ഉണ്ട്, അതുപോലെ 30 ഗേൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറയുക, നമ്പേഴ്സിനെ കമ്പയർ ചെയ്യാതെ കൊണ്ട് 20:30 എന്നത് 20:30 ഈ രീതിയിൽ എഴുതാം. ഓക്കെ, 20:30 എഴുതാം. സ്വാഭാവികമായിട്ടും ഇത് കറക്റ്റാണ്, 20:30 റൈറ്റ് ആണ്. ബട്ട് നമ്മൾ സാധാരണ എഴുതുമ്പോൾ ഏറ്റവും ബേസിക് റേഷ്യോ ആയിട്ട്, അല്ല ആബ്സല്യൂട്ട് റേഷ്യോയിലേക്ക് ഇതിനെ കൺവേർട്ട്. എന്താ ആബ്സല്യൂട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ? അതിൽ രണ്ട് നമ്പേഴ്സ് തമ്മിൽ എന്തുണ്ടാവാൻ പാടില്ല? വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് നോക്കാം, 20-ലും 10-ലും കോമൺ ആയിട്ട് 10 ഉണ്ടല്ലോ, 10 നമ്പർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ 10-നും 10-നും ഡിവൈഡ് ചെയ്യും. ബാക്കി എന്താ കിട്ടുക നമുക്ക്? 2:2:3 എന്ന് കിട്ടും. 2:3. ഇതിനാണ് നമ്മൾ ഈ ഒരു നമ്പേഴ്സിൻ്റെ ബേസിക് റേഷ്യോ എന്ന് പറയുന്നത്. അത് ഏതാണ്? 2:3. ബേസിക് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് റേഷ്യോ എന്ന് പറയും. ആബ്സല്യൂട്ട് റേഷ്യോ അതാണ് 2:3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആബ്സല്യൂട്ട് റേഷ്യോനെ വെച്ചിട്ട് കളിക്കാം. നമ്മൾ പറഞ്ഞു ആബ്സല്യൂട്ട് റേഷ്യോ, ഇപ്പം നമ്മൾ എടുക്കാൻ 2:3 എടുത്തു. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്, ബട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് നമുക്ക് 1-2 പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, നമ്മൾ പറയുന്നത് ഇതാണ് ബേസിക് റേഷ്യോ 2:3. ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ബോയ്സിൻ്റെയും നമ്പർ ഓഫ് ഗേൾസിൻ്റെയും റേഷ്യോ ആണ് ഈ 2:3 എന്ന് പറയും. വിച്ച് മീൻസ് ഒരു ക്ലാസ്സിൽ 2 ബോയ്സിനെ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ഗേൾസിനെ എടുക്കാൻ പറ്റും ബൈ ഇറ്റ്സ് നമ്പർ. ആ ടോട്ടൽ എത്രയാണെന്ന് എനിക്കറിയില്ല. ടോട്ടൽ എത്ര ഉണ്ടായി കഴിഞ്ഞാലും ഞാൻ 2 ബോയ്സിനെയും 3 ഗേൾസിനെയും ഒരു ഗ്രൂപ്പാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കറക്റ്റായിട്ട് എന്താവും? ആ ഓരോ ഈക്വൽ ഗ്രൂപ്പായിട്ട് മാറും. കാരണം 2 ബോയ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ഗേൾസ് എടുക്കാൻ അവിടെ ഉണ്ട്. സോ ഈ രീതിയിൽ 5 ആൾക്കാരുടെ ഗ്രൂപ്പാക്കി കഴിഞ്ഞാൽ ആ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാരാ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം? ഇതുപോലെ സെറ്റ് ഗ്രൂപ്പാക്കി മാറ്റാൻ പറ്റും. അവിടെ ഒന്നും അവസാനം ഒരു ബോയ് അല്ലെങ്കിൽ 2 ഗേൾ ബാക്കി വരില്ല, ഈക്വലായിട്ട് മാറും. അതാണ് ഈ 2:3 എന്ന് പറയുന്നത്. 2 ബോയ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ഗേൾസിന്. ഇനി വേറൊരു ക്ലാസ്സിൽ റേഷ്യോ 3:5 ആണ്. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ 3:5 ആണെങ്കിൽ ഞാൻ ആ ക്ലാസ്സിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാമെങ്കിൽ ഗ്രൂപ്പ് ആക്കാം. 3 ബോയ്സിന് 5 ഗേൾസിനെ കറസ്പോണ്ടിങ് ആയി എടുത്തിട്ട് 8 പേരിലൊരു ഗ്രൂപ്പ് ആകും. അങ്ങനെ ഞാൻ ആ ക്ലാസ്സിനെ മൊത്തം ഡിവൈഡ് കഴിഞ്ഞാൽ ഈക്വലായിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പിൽ അംഗങ്ങൾ ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഈക്വൽ ഗ്രൂപ്പാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അതാണ് റേഷ്യോ എന്ന് പറയുന്നത്. എത്ര ആൾക്കാരാണോ ഉള്ളത് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 2 ആൾക്കാർക്ക് 3 ബോയ്സ്, 2 ബോയ്സിന് 3 ഗേൾസ്, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഗ്രൂപ്പ് ആക്കാം. അതാണ് ഈ റേഷ്യോ എന്ന് പറയുന്നത്. 2 ബോയ്സ് ഉണ്ടെങ്കിൽ, നമ്പർ ഓഫ് ബോയ്സ് 2 ആണെങ്കിൽ 3 ഗേൾസ് ഉണ്ടാവും എന്ന രീതിയിൽ. എന്നാൽ ആക്ച്വലി 2:3 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം 2ഉം 3ഉം എന്നാണോ? അല്ല, അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള റേഷ്യോ. നമ്മൾ നേരത്തെ പറഞ്ഞ 20:30 എന്നാണ് 2:3 നമ്മൾ ഡിവൈഡ് ചെയ്തത് അല്ലേ. അപ്പോൾ എനിക്കൊരു ക്ലാസ്സിലെ ആൾക്കാരുടെ എണ്ണം 2:3 ആണെന്ന് പറഞ്ഞു. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം 2:3 ആണ്. ആ ക്ലാസ്സിലെ
അംഗങ്ങൾ ടോട്ടൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം എത്രയാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്? 1, 2, 3 തന്നെയാവും. ഒരു ക്ലാസ്സിൽ 2 ബോയ്സും 3 ഗേൾസും ആണെങ്കിൽ അവിടുത്തെ റേഷ്യോ 2:3 ആണ്. ഇനി എല്ലാം 4 ബോയ്സും 6 ഗേൾസും ആണെങ്കിലും അവിടെ നമുക്ക് കോമൺ ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2:3 എത്തും. അല്ലെങ്കിൽ 6 ബോയ്സും 9 ഗേൾസും ആണെങ്കിൽ നമുക്ക് 2:3 എത്തും. അല്ലെങ്കിൽ 8 ബോയ്സും 12 ഗേൾസും ആണെങ്കിലും 2:3 എത്തും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 20 ബോയ്സും 30 ഗേൾസും ആണെങ്കിലും എന്ത് റേഷ്യോ 2:3 എത്തും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എനിക്ക് എത്ര പോസിബിൾ നമ്പേഴ്സ് എഴുതാൻ പറ്റും 2:3 എന്ന ബേസിക് റേഷ്യോനെ വെച്ചിട്ട്? ഇൻഫിനിറ്റ് നമ്പറാണ്. കാരണം എന്താ നമ്മൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ നമ്പേഴ്സൊക്കെ പോസിബിൾ നമ്പേഴ്സൊക്കെ ഉണ്ടാക്കിയുള്ളത്? ഈ ഓരോ നമ്പറിനെയും ഒരു സെയിം നമ്പറും ഉണ്ട് അല്ലേ. ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 10 കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള കുറേ നമ്പേഴ്സ് കിട്ടുന്നത്. 4, 6, 6, 9, 8, 12, 20, 30 ഈ രീതിയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ബേസിക് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ബേസിക് റേഷ്യോ അതന്നെ 2:3 കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് പോസിബിൾ നമ്പേഴ്സ് കിട്ടാൻ എന്താ ചെയ്യുന്നത്? 2 നമ്പറിനെയും ഒരു സെയിം നമ്പർ ഉപയോഗിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, സെയിം നമ്പർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 വെച്ച് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ 4 6 കിട്ടും. 5 വെച്ച് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ 10 15 കിട്ടും. ഓക്കെ, 10 15 കിട്ടും. ഇനി 10 വെച്ച് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ 20 30 കിട്ടും. 20 വെച്ച് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ 40 60 കിട്ടും. ഓക്കെ, അങ്ങനെ എനിക്ക് എന്താ ചെയ്താൽ ഈ 2:3 എന്ന ബേസിക് റേഷ്യോ ഉപയോഗിച്ചിട്ട് ഈ റേഷ്യോയിൽ വരുന്ന ഒരുപാട് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ചെയ്താൽ, കാരണം രണ്ടിനും ഒരേ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എനിക്ക് ഇൻഫിനിറ്റ് നമ്പേഴ്സ് പോസിബിൾ നമ്പേഴ്സ് എഴുതാൻ പറ്റും. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കാം. പിന്നെ നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒബ്സർവേഷൻ ആണ്. ഇത് സിമ്പിളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് നമ്മളത് ശ്രദ്ധിക്കണം എന്നില്ല, ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് ഒബ്സർവേഷൻ ചെയ്യണം എന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യം 2:3 എന്ന നമ്പർ റേഷ്യോയിലേക്ക് നമ്മൾ പോസിബിൾ നമ്പേഴ്സ് ചെയ്യുമ്പം ഈ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും എന്തിൻ്റെ മൾട്ടിപ്പിളാണ്? 2ൻ്റെ മൾട്ടിപ്പിളാണെന്ന് കാണാം. 4, 10, 20, 40 എല്ലാം എന്തിനാണ്? 2ൻ്റെ മൾട്ടിപ്പിളാണ്. ഇനി ഈ സൈഡിൽ എഴുതുന്ന എല്ലാ നമ്പറും 3ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ നമ്പറും ഏതിൻ്റെ മൾട്ടിപ്പിളാണ്? 3ൻ്റെ മൾട്ടിപ്പിളാണ്. കാരണം എന്താണ്? 3നെ കൊണ്ട് ഏതൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടിയത് അല്ല, ഈ സൈഡിൽ ഒരു നമ്പർ കിട്ടിയത്. വിച്ച് മീൻസ് ഈ കാണുന്ന ഓരോ നമ്പറും എന്താണ്? 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ. 6, 15, 30, 6 എല്ലാം 3ൻ്റെ മൾട്ടിപ്പിളാണ്. എന്നാൽ ഈ 10 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല, കാരണം അത് 2നെ ഏതോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോഴാണോ അത് 3ൻ്റെ മൾട്ടിപ്പിൾ ആവണം എന്നില്ല. ഓക്കെ, നമ്മൾ കണ്ട ഒബ്സർവേഷൻ എന്താ? 2:3 റേഷ്യോ എന്ന രീതിയിൽ എഴുതുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്തെന്ന സമയത്ത് 2ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഴുതിയ നമ്പേഴ്സൊക്കെ ആ 2ൻ്റെ മൾട്ടിപ്പിളും 3ന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയ നമ്പേഴ്സൊക്കെ ആ 3ൻ്റെ മൾട്ടിപ്പിളും ആണ്. ഓക്കെ, അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേഷൻ. അടുത്ത ഒബ്സർവേഷൻ നോക്കാം. ഞാൻ ജസ്റ്റ് ഈ റേഷ്യോന് ബേസിക് റേഷ്യോന് ഞാൻ സം ചെയ്തു. എത്ര കിട്ടും എനിക്ക്? 2, 3, 5 എന്ന് കിട്ടി. ഞാൻ ഇനി ബാക്കി നമ്പേഴ്സിനും സം ചെയ്യാണ്. 10 കിട്ടും, 25 കിട്ടും, 50 കിട്ടും, 100 കിട്ടും. ഈ രീതിയിൽ എഴുതാം. ഇവിടെ കാണാൻ പറ്റുന്ന ഒബ്സർവേഷൻ എന്താ? ഇവിടെ ഈ സം ഓരോ നമ്പേഴ്സ് ഓരോ പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് നമ്മളെടുത്ത് അതിനെ സമ്മ് ചെയ്തപ്പോൾ അത് ഏതിൻ്റെ മൾട്ടിപ്പിളാണ്? ഈ ബേസിക് റേഷ്യോ സമ്മ് ചെയ്ത ഈ 5ൻ്റെ മൾട്ടിപ്പിളാണ് ഓരോന്ന്. 10, 25, 50, 100. നമ്മൾ ഈ 2:3 എന്ന റേഷ്യോയിൽ ഏത് പോസിബിൾ ആയിട്ടുള്ള നമ്പർ എടുത്താലും അതിനെ നമ്മൾ സമ്മ് ചെയ്ത കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് ഈ 2:3ൻ്റെ സമ്മായ 5ൻ്റെ എന്തായിരിക്കും? മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ കാര്യം കൂടെ ഒന്ന് ഒബ്സർവ് ചെയ്യും. ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് പറഞ്ഞാൽ ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, നമുക്കൊരു 1-2 പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും എങ്ങനെയാണ് നമുക്ക്. പക്ഷേ ഇപ്പം ആ രീതിയിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല ടയർ 2 ലെവലിലൊക്കെ. ബട്ട് ടയർ 1 ലെവലിൽ ചില എക്സാമുകൾക്ക് ആ രീതിയിൽ ഇപ്പോഴും ചോദിക്കാറുണ്ട്. PSCക്ക് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ആ രീതിയിലാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി ഞാൻ പറയുന്നു, എനിക്ക് നമ്പേഴ്സ് തന്നിട്ടില്ല, നമ്മൾ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് നമ്പർ തന്നിട്ടില്ല, എനിക്ക് ഈ നമ്പർ ഏതാണെന്ന് തന്നിട്ടില്ല. നമുക്ക് ആകെ തന്നിട്ടുള്ളത് 2:3 എന്ന റേഷ്യോ മാത്രമാണെന്ന് വിചാരിക്കാം. എനിക്ക് ആകെ തന്നിട്ടുള്ളത് എന്താണ്? 2:3 എന്ന റേഷ്യോ മാത്രമാണ് എനിക്ക് തന്നിട്ടുള്ളത്. 2:3 എന്ന റേഷ്യോ മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏതോ ഒരു നമ്പറാണ് അല്ലേ, എത്രയാണ് നമ്പർ എന്ന് എനിക്കല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു?
ഏതോ ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ കറക്റ്റായിട്ട് നമ്പർ കിട്ടുക അല്ലേ. അത് ഞാൻ ഒരു യൂണിറ്റ് ആയി എടുത്തു. ഒരു യൂണിറ്റ്, 1 യൂണിറ്റ്, ഒരു യൂണിറ്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. അതാണ് യൂണിറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നമ്പർ എത്ര ആയിരിക്കും? 2 യൂണിറ്റും 3 യൂണിറ്റും. ഇതാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. 2 യൂണിറ്റും 3 യൂണിറ്റും. ഈ യൂണിറ്റിൻ്റെ ഇത് വേരിയബിൾ ആണ്. എത്രയാവാം? 1 ആവാം, 2 ആവാം, 10 ആവാം, 20 ആവാം. ആ യൂണിറ്റിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടും? ഈ 2 നമ്പേഴ്സും കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സമ്മ് ഞാൻ പറഞ്ഞു 5 ആണെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 2 യൂണിറ്റിൻ്റെയും 3 യൂണിറ്റിൻ്റെയും സമ്മ് എത്രയാണ്? 5 യൂണിറ്റ് ആയിരിക്കും. എന്താ ചെയ്താൽ ഈ 5നെ നമ്മൾ ആ എത്ര യൂണിറ്റ് കൊണ്ടാണോ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്ത് ആ യൂണിറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? 5 യൂണിറ്റ് എന്ന് കിട്ടി. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. ഇത് ഇങ്ങനെയാണ് വരുന്നതെന്ന് ഓർത്ത് വെക്കുക. അത് നമ്മളെന്താ ചെയ്ത് ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്പേഴ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ ബേസിക് റേഷ്യോനോ. അപ്പോൾ എന്ത് ചെയ്തു? അതിനെ ഒരു യൂണിറ്റ് യു എന്ന് എടുത്തു. യു എന്നോ എക്സോ വാട്ടവർ എന്ത് എടുക്കാം, എക്സോ യു എന്ന് എടുത്തു കഴിഞ്ഞാൽ 2 യൂണിറ്റ് 3 യൂണിറ്റ് എന്ന് എടുത്തും നമ്പേഴ്സ്. അതിൻ്റെ സമ്മ് 2 + 3 5 ആണ്. അതിന് ഞാൻ ആ കറസ്പോണ്ടിങ് യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ ആ 2 നമ്പേഴ്സിൻ്റെ സമ്മായിട്ടുള്ള 5 യൂണിറ്റ് കിട്ടും. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഒരു കൺസെപ്റ്റ് കൂടെ, ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഒരു എക്സാമിനൊന്ന് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാളുടെ ഏജുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:3. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ നമ്പേഴ്സിനെ വെച്ച് തന്നെ പോവാം. 2:3 ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് തന്ന കാര്യം എന്താണ്? ഒരാളുടെ ഏജ് എന്ന് പറയുന്നത് 50 ആണെന്ന് തോന്നുന്നു. ഒരാളുടെ ആദ്യത്തെ ആളുടെ ഏജ്, ഇപ്പോൾ എയും ബിയും ആണെങ്കിൽ എ എന്ന ആളുടെ നമ്പർ ഏജ് 50 ആണെന്ന് തന്നിട്ടുണ്ട്. എ എന്ന ആളുടെ ഏജ് 50 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെയും ബിൻ്റെയും ഏജിൻ്റെ സം എത്രയാണെന്ന് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഞാൻ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇതിപ്പോൾ എയും എ 2, ഇത് ബി. ഓക്കെ, ഇത് ബിയും ആണെങ്കിൽ ഞാൻ ആദ്യം എന്ത് കണ്ടുപിടിക്കും? എൻ്റെയും ബിൻ്റെയും ഏജ് കണ്ടുപിടിക്കണം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? അതിൻ്റെ സം എത്രയാണ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, നോക്കുക. നമുക്കധികം സമ്മിലേക്കൊന്നും പോകേണ്ട ആവശ്യം, പക്ഷേ എങ്ങനെ ആദ്യം കണ്ടെത്തി നോക്കാം. എ 2 ആണ് അല്ലേ. ആ 2ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 50 കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത്? 25 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ 25 കൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ബീനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് നമ്പർ എത്ര കിട്ടുക? 75. അപ്പം ഒരു നമ്പർ 50ഉം രണ്ടാമത്തത് 75 എന്ന് കിട്ടും. സമ്മ് ചെയ്ത് എത്ര കിട്ടുക? 125. 125 എന്ത് ചെയ്യുന്നു? ഞാൻ സമ്മ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും 125. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് എത്രയാണ്? 25. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 2ൻ്റെയും സമ്മാണ് ചോദിച്ചത് അല്ലേ. 2ൻ്റെയും സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ 2ൻ്റെയും സമ്മ് എത്രയാണ്? 2 3 5 ആണെന്ന് അറിയാം അല്ലേ. 5 ആണെന്ന് അറിയാം. നമുക്ക് ഈ ഒരു റിലേഷന് 2ഉം 50ഉം ഈ ഒരു റിലേഷന് ഒരു യൂണിറ്റ് എത്രയാണെന്ന് കിട്ടി? 25 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബീൻ്റെ ഏജ് കാണാതെ തന്നെ ഡയറക്റ്റായിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഈ രണ്ടാളുടെ സമ്മ് 5 യൂണിറ്റ് ആയിരിക്കും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ 5 × 25 5 × 25 125 എന്ന് കിട്ടും ഇല്ലേ. 5 × 25 125 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ ചില അഡ്വാൻറ്റേജസ് ഈ ഒരു കൺസെപ്റ്റിനുണ്ട്. നമുക്ക് 1-2 പ്രോബ്ലം ചെയ്ത് നോക്കാം. അതിന് മുന്നേ നമുക്ക് എങ്ങനെയൊക്കെയാണ് യൂണിറ്റ് കിട്ടുക നോക്കാം. എങ്ങനെയൊക്കെയാണ് യൂണിറ്റ് കിട്ടുക? ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞൊരു കേസ്, ഇപ്പം 2:3 എന്ന റേഷ്യോ തന്നു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നാമത്തെ നമ്പർ 50 ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ആ 50നെ ആ 2നെയും ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു യൂണിറ്റ് 25 എന്ന് കിട്ടി. ഇനി വേറൊരു ക്വസ്റ്റ്യനിൽ ഇപ്പം എയും ബിയും ആണെന്നെങ്കിൽ, ഒന്നാമത്തെ ബി എയും രണ്ടാമത്തെ ബിയും ആണെങ്കിൽ ബീൻ്റെ ഏജ് എനിക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 60 ആണെന്ന് തന്നിട്ടുണ്ട്. ബീൻ്റെ ഏജ് എത്രയാണ്? ബീൻ്റെ ഏജ് 60 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയാണ്? ഈ 60നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 20 ആണെന്ന് കിട്ടും. ഒരു യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഏജ് എത്രയാണ്? ഈ 2നെ ആ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. 2 യൂണിറ്റ് ആയിരിക്കുമല്ലോ നമ്മുടെ എൻ്റെ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ 2 × 40 ചെയ്താൽ 20 ചെയ്ത് കഴിഞ്ഞാൽ 40 കിട്ടും. സമ്മ് കാണാൻ പറഞ്ഞാൽ 2 3 5 ആണ് ടോട്ടൽ. 5 × ഈ ഒരു യൂണിറ്റ് എത്രയാണ്? 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 100 എന്ന് കിട്ടും. ഏകദേശം 40 60 ആഡ് ചെയ്യാൻ 100 കിട്ടും അല്ലേ. നമ്മൾ സമ്മ് 5 യൂണിറ്റ് ആണ് എന്ന് ചെയ്തിട്ട് ആ യൂണിറ്റ് 20 കിട്ടിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ എന്ത് ചെയ്യാം? യൂണിറ്റ് കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പം നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരിക, ഇപ്പോൾ 2:3 എന്ന് തന്നു. 2:3 ആണ് റേഷ്യോ എന്ന് തന്നു. സമ്മിൻ്റെ വാല്യൂ എത്രയാണ്? ഒരു 150 ആണ് തന്നിട്ടുണ്ടാവും. സമ്മിൻ്റെ വാല്യൂ 150 ആണ് തന്നിട്ടുണ്ടാവും. ഓക്കെ, സമ്മിൻ്റെ വാല്യൂ ആണ് 150. നമുക്കറിയാം എത്ര യൂണിറ്റ് ആണ് സം എന്ന് പറയുന്നത്? 5 യൂണിറ്റ് ആണ് സം അല്ലേ. 2 3 5 യൂണിറ്റ് ആണ് സമ്മ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 150 / 5. അപ്പോൾ എത്ര കിട്ടുക? 30 കിട്ടുമ്പോൾ ഒരു യൂണിറ്റ്. അങ്ങനെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 60ഉം 90ഉം. ക്ലിയർ ആണോ ഈ കൺസെപ്റ്റ്?
ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ സമ്മ തന്നിട്ട് അതിൽ നമുക്ക് എന്തെങ്കിലും വിളിക്കണം, ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടെത്തേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ഒരു നമ്പർ തരും, അതിൽ നമുക്ക് എന്ത് ചെയ്യും, ആ കറസ്പോണ്ടിങ് റേഷ്യോ ഡിവൈഡ് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമ്പർ കിട്ടും, യൂണിറ്റ് കിട്ടും. എന്നിട്ട് നമുക്ക് ബാക്കി പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ വേറെ പരിപാടി എന്താണ്, ചിലപ്പോൾ നമുക്ക് തരും ഇപ്പോൾ 5:7 ആണ് റേഷ്യോ എന്ന് വിചാരിക്കുക. രണ്ട് നമ്പേഴ്സ് നമ്മുടെ റേഷ്യോ 5:7 ആണെന്ന് വിചാരിക്കാം. ആ രണ്ട് നമ്പേഴ്സിൻ്റെയും ഡിഫറൻസ് 30 വരും. എത്രയാണ് ഡിഫറൻസ്? 30. ഏതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്? ഈ 5:7 എന്ന റേഷ്യോയിലുള്ള ഏതോ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 30. അങ്ങനെയാണ് എനിക്ക് യൂണിറ്റ് എങ്ങനെ കണ്ടെത്തുക? എങ്ങനെ യൂണിറ്റ് കണ്ടെത്തുക? ഈ ബേസിക് റേഷ്യോയുടെ ഡിഫറൻസ് നോക്കുക. 7 5 കുറച്ച് 2 കിട്ടും. അപ്പോൾ 2 യൂണിറ്റാണ് ഈ 30 എന്ന് പറയുന്നത്. ഓക്കെ, 2 യൂണിറ്റാണ് 30. അങ്ങനെയാണ് ഒരു യൂണിറ്റ് 15 അങ്ങനെ നമ്പർ അത് കിട്ടുക 5 × 15 75 കിട്ടും. ആദ്യത്തെ നമ്പർ 7 × 15 105 രണ്ടാമത്തെ നമ്പറും കിട്ടും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, യൂണിറ്റ് കണ്ടെത്തും. ചിലപ്പോൾ 5 7 ആ റേഷ്യോ ആയിരിക്കും തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ വേറെ കേസിന് തരാം, ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞോളൂ, സമ്മ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിഫറൻസ് തരും. ഈ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ് തന്നിട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് യൂണിറ്റ് കണ്ടെത്താം. അങ്ങനെ യൂണിറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് അത് ചെയ്യാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഈ കൺസെപ്റ്റ് കുറച്ചും കൂടെ ഐഡിയ എങ്ങനെയാണ് അഡ്വാൻറ്റേജ് ആവുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ PSCയിലും SSCയിലൊക്കെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഡയറക്റ്റ് ഇത്തരം ക്വസ്റ്റ്യൻ ടയർ 1 ചോദിക്കാറുള്ളൂ ചില എക്സാമുകൾ. PSCയിൽ ഇപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നോക്കാം. അറ്റ് പ്രസന്റ് ദ റേഷ്യോ ഓഫ് ഏജ് ഓഫ് മായ ആൻഡ് ചായ is 6:5. Okay, and 15 years from now the ratio will get changed to 9:8. മായാസ് പ്രസൻറ്റ് ഏജ്, മായയുടെ പ്രസൻറ്റ് ഏജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് 6:5 ആണ് അല്ലേ റേഷ്യോ. മായയുടെയും ചായയുടെയും റേഷ്യോ 6:5 ആണ്. അങ്ങനെയാണെങ്കിൽ മായയുടെ എന്താണ് 6 ആണല്ലേ, റേഷ്യോൻ്റെ 6 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, മായയുടെ ഇപ്പോഴത്തെ ഏജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെ ആയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മായയുടെ ഇപ്പോഴത്തെ ഏജ് 6ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് മനസ്സിലാവും. കാരണം എന്താണ്, 6:5 റേഷ്യോ ഉള്ളത്. അതുകൊണ്ട് തന്നെ മായയുടെ ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത് ഈ 6ൻ്റെ ഒരു മൾട്ടിപ്പിൾ. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കൺസെപ്റ്റ്, 6ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നമ്മൾ ഓപ്ഷൻ നോക്കുക, ഏതെങ്കിലും 6ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തതുണ്ടോയെന്ന്. 21 6ൻ്റെ മൾട്ടിപ്പിൾ അല്ല, അപ്പോൾ അതെന്തായാലും ആൻസർ അല്ല. 40 6ൻ്റെ മൾട്ടിപ്പിൾ അല്ല, അതും ആൻസർ അല്ല. നമുക്ക് 2 ആൻസറേ ഉള്ളൂ. ഏതാണ് 24 അല്ലെങ്കിൽ 30. 24 അല്ലെങ്കിൽ 30 മാത്രമേ നമുക്ക് എന്തേ ഉള്ളൂ ആൻസർ ആയിട്ട് വരൂ. ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മുടെ ആൻസർ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ വരിക, ഞാൻ 6 എന്ന് വിചാരിക്കുക, 6 എൻ്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് വിചാരിക്കുക. ഞാൻ 15 വയസ്സ് കൂട്ടി, എത്ര കിട്ടുക, 24 15 39 15 വർഷം കഴിഞ്ഞാലുള്ള ഏജ്. ആ 39 എത്രയാണ് റേഷ്യോ, 9:8 ഉള്ളത്, 9:8 അപ്പം എന്തായിരിക്കണം, 9 മായൻ്റെ റേഷ്യോ. ഈ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണ്ടേ, എന്നാൽ ഈ ഏജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, 9ൻ്റെ മൾട്ടിപ്പിൾ. കാരണം 15 വർഷം കഴിഞ്ഞാലുള്ള വയസ്സെന്ന് പറയുന്നത് ഏതാണ്, 9:8 എന്ന റേഷ്യോ ആണ്. സോ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം ഏത്, ഈ കിട്ടുന്ന നമ്പർ. 39 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ, അല്ല. സോ നമ്മുടെ അതല്ല ആൻസർ. അപ്പോൾ എന്താ ഒബ്വിയസ്ലി ഏതായിരിക്കും ആൻസർ, 30 ആയിരിക്കും നമ്മുടെ ആൻസർ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ചെക്ക് ചെയ്യാം. 9 30 കിട്ടി അല്ലേ, 30 നമ്മുടെ ഇപ്പോഴത്തെ ഏജ് എങ്കിൽ 15 വർഷം കഴിഞ്ഞാൽ ഏജ് എത്രയാണ്, 15 45 കിട്ടും. ഓക്കെ, 45 കിട്ടും. 45 9ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കുക. 45 9ൻ്റെ മൾട്ടിപ്പിൾ ആണ് എത്ര, 5 × 9 ആണ് 45. സോ നമ്മുടെ ഇപ്പോഴത്തെ ഏജ് എത്രയാണ്, 30 ആണ്. ഇപ്പോഴത്തെ ഏജ് 30 ആണെന്ന് കിട്ടും. ഓക്കെ, ഇത് ആക്ച്വലി നമുക്ക് ഈ പേന എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുറച്ച് സ്റ്റെപ്പ് എഴുതിയത്. ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് നോക്കിയിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും. നമുക്ക് ആദ്യം 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. കാരണം എന്താണ്, മായയുടെ ഇപ്പോഴത്തെ ഏജ് ആണ് ചോദിച്ചത്. ഇപ്പോഴത്തെ ഏജ് എന്തായിരിക്കും, ഈ 6ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം എന്താണ്, ഇപ്പോഴത്തെ റേഷ്യോ 6:5 ആണ്. മായയുടെയും ചായയുടെയും റേഷ്യോ 6:5 ആണ്. സോ മായയുടെ റേഷ്യോ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 6ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, രണ്ടാമത്തെ കേസ്. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല. എന്താണ് ക്വസ്റ്റ്യൻ, മായയുടെ 15 വർഷം കഴിഞ്ഞുള്ള ഏജ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ നോക്കേണ്ടത്, 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാധനമാണ് നോക്കേണ്ടത് ഓപ്ഷനിൽ. 9ൻ്റെ മൾട്ടിപ്പിൾ ഒറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ. നമ്മൾ ഒന്നും ചെയ്യേണ്ട, ആ ഓപ്ഷൻ ശരിയാണെന്ന്, അതാണ് ശരി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മൾട്ടിപ്പിൾ നോക്കി എന്ത് ചെയ്യും, ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം, നമ്മളെ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താം. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡയറക്റ്റ് ചെയ്യാതെ ഡയറക്റ്റ് ചെയ്ത കാര്യം. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പിന്നീട് പറയാം. ജസ്റ്റ് ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് ഉപകാരപ്രദമാകുന്നത് പറയാനാണ് പറഞ്ഞത്. ഓക്കെ,
അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ആൻസർ എത്രയാണ് 30 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. The ratio of percentage of Appu and Ram is 2:3. After 3 years, the ratio of the age will 3:4 അല്ലെ. 2:3യും 3:4 ആണ്. എത്ര 3 വർഷം കഴിഞ്ഞാലാണ്, 3 വർഷം കഴിഞ്ഞാൽ. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് അപ്പുയുടെ പെർസെൻറ്റേജ് നമ്മൾ നോക്കാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ്. ഇപ്പോഴത്തെ ഏജിൻ്റെ റേഷ്യോ എത്രയാണ്? 2:3. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിച്ചെന്താണ്? പെർസെൻറ്റേജ് ഓഫ് അപ്പു ആണ്. പെർസെൻറ്റേജ് ഓഫ് അപ്പു എന്തായിരിക്കും? 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അതാവണ്ടേ? ഇവിടെ നമുക്ക് നോക്കാം 2ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് ഏതെങ്കിലും അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യുക. 3, അപ്പോൾ എന്തായാലും അതല്ല. 3 എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 9 ഉണ്ട്, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഒന്നുകിൽ 6 ആയിരിക്കാം, അല്ലെങ്കിൽ 4 ആയിരിക്കാം. നമ്മൾ എന്ത് ചെയ്യാം? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് എന്താ വേണ്ട? അടുത്തൊരു ഓപ്ഷൻ തന്നിരുന്ന റേഷ്യോ ഓഫ് ഏജ് 3 വർഷം കഴിഞ്ഞിട്ട് അവരുടെ റേഷ്യോ എന്തായിരിക്കും? 3:4 അതായത് അപ്പൂൻ്റെ കേസ് മാത്രം എടുക്കുകയാണെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന ഏജ് എന്ന് പറയുന്നത് ഏതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? 3:4. സോ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കാം. ഇപ്പോൾ 6 എടുത്തു. 6 ഇപ്പോഴത്തെ ഏജ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? 3 വർഷം കൂട്ടി. 6 3 9. 9 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ? 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇതാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ? ഇതാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അടുത്ത ഞാൻ നോക്കുക. 4 എടുത്തു. 4നോട് 3 കൂട്ടുക. എത്രയാണ്? 7 കിട്ടുക. ഈ 7 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. സോ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. നമ്മുടെ ആൻസർ ഏതാണ്? 6ലേക്ക് പോകും. 6 ആണ് നമ്മുടെ ആൻസർ. കാരണം 6 3 ആണ് 9 കിട്ടിയത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 6 ആണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ആക്ച്വലി കുറച്ച് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മൈൻഡിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ. പേന എടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് എന്ത് ചെയ്യാം? ടിക്ക് ചെയ്ത് വിടാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ നമുക്ക് ബേസിക് ആയിട്ടുള്ള എങ്ങനെയാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്സും വൈ ഒക്കെ ഇട്ട് ചെയ്യേണ്ടത്. അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ രീതിയിൽ ചെയ്യാം. എക്സലറേറ്ററിലല്ല, യൂണിറ്റ് കൺസെപ്റ്റ് വെച്ചിട്ട്. ഓക്കെ, ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അല്ലാത്തതിനാണ് ഇത് ഈ രീതിയിൽ. ഇപ്പം 4 ഓപ്ഷനും 2ൻ്റെ മൾട്ടിപ്പിളും 3ൻ്റെ മൾട്ടിപ്പിളും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൻസർ നമുക്ക് മറ്റ് വഴികൾ തേടേണ്ടി വരും. ഈ ഒരു കൺസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് മെജോറിറ്റി കേസിലും PSCയിലൊക്കെ ഇപ്പോഴും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ രീതിയിൽ വരുന്നത്. നമ്മളത് എക്സും വൈ ഒക്കെ ഇട്ട് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. യൂണിറ്റ് കൺസെപ്റ്റ് വെച്ചിട്ട് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് ആൻസർ കണ്ടെത്താവുന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The ratio of age of Ram and Rahim 10 years ago was 1:3. The ratio of their age 5 years hence will be 2:3. Then the ratio of their percentage. ഇപ്പോഴത്തെ ഏജ് ആണ് ചോദിക്കുന്നത്. 4 years ago the age of A and B ഉണ്ട് കേട്ടോ. A and B is 11:14 and 4 years later the ratio will be 13:16. The present age of A. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 4 വർഷം മുന്നേ എയുടെയും ബിയുടെ റേഷ്യോ എത്രയാണ്? 11:14 ആണ്. 4 വർഷത്തിന് ശേഷം അവൻ്റെ ഏജ് എത്രയാണ്? 13:16 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രസൻറ്റ് ഇപ്പോഴത്തെ ഏജ് ഓഫ് എ ആണ്. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യാതെ ഓപ്ഷനിലിട്ട് ചെയ്യാം. ഓപ്ഷൻ നോക്കിയിട്ട് ഓരോന്ന് നമുക്ക് എലിമിനേറ്റ്. ആദ്യം ഞാൻ 48 എന്ന ഓപ്ഷൻ എടുത്തു. 48 ഞാൻ 4 കുറച്ചു. അതായത് എന്താ പറയുന്നത്? ഇപ്പം ഈ ഓപ്ഷൻ എന്താണ്? പെർസെൻറ്റേജ് തന്നിട്ടില്ല അല്ലെ? പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഈ പെർസെൻറ്റേജിൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം? അതൊരു 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. കാരണം എന്താണ്? എൻ്റെ ഏജ് 4 വർഷം മുന്നേ 11:14 ആണ്. സോ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആ പെർസെൻറ്റേജിനോട് എത്ര കൂട്ടിയാൽ 4 കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 13ൻ്റെ മൾട്ടിപ്പിളും കിട്ടണം. ഇതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മുടെ ഓപ്ഷനത്തെ നമ്പറിനോട് 4 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം? 11ൻ്റെ മൾട്ടിപ്പിൾ കിട്ടണം. 4 കൂട്ടിക്കഴിഞ്ഞാൽ 13ൻ്റെ മൾട്ടിപ്പിൾ കിട്ടണം. അങ്ങനെ ഒരു നമ്പറാണ് ഞാൻ നോക്കുന്നത്. ആദ്യം ഞാൻ എന്താണ് 42 തുടങ്ങാം. 48 4 കുറച്ച് എത്ര കിട്ടുക? 44. 44 11 മൾട്ടിപ്പിൾ ആണ്. അതെ. 48നോട് 4 കൂട്ടി കഴിഞ്ഞാൽ 52 കിട്ടും. 52 13ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അതെ അല്ലേ? 52 എന്ന് പറയുന്നത് 4 × 13 ആണ് 52. സോ 13ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഈ 48 ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. 48 ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ ആൻസർ ആണെന്ന് പറയില്ല, പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. കാരണം ഇതുപോലത്തെ 2 വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മെത്തേഡ് വെച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്ത നോക്കാം. 26 നോക്കാം. 26നോട് 4 കുറച്ച് 22 10ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 26നോട് 4 കൂട്ടിക്കാൻ 30 ആണ്. 30 13ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പം നമ്മുടെ ബി ഓപ്ഷൻ അല്ല. 44നോട് 4 കുറച്ച് കഴിഞ്ഞാൽ 40 ആണ് കിട്ടുക. 40 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ 44 അല്ല. 28നോട് 4 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 24. 24 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ ഇതുമല്ല ആൻസർ. സോ നമ്മുടെ ആൻസർ എന്താണ്? ഈ ഓപ്ഷൻ എ 48 ആണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് മെത്തേഡ് വെച്ച് എങ്ങനെ ചെയ്യാൻ ഞാൻ പറയാം. ജസ്റ്റ് ഈ രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്താൽ കിട്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മെത്തേഡാണ്.
അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് എന്താണ് ഈ രീതിയിൽ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് കിട്ടാൻ പറ്റുമോ എന്ന്. കിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം, മെത്തേഡിലേക്ക് പോയാൽ മതി. ഓക്കെ, കിട്ടുവാണെങ്കിൽ നമുക്ക് 5 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റും. PC ലെവലിലൊക്കെ ഡയറക്റ്റ് ഈ ലെവലിൽ ചോദിക്കാറുണ്ട് ഇപ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ഇതേ മെത്തേഡ് ഉപയോഗിച്ചാണ്. 4 years ago the ratio of A and B, age of A and B 2:3, and 4 years later it become 5:7. Find the percentage. ഇതുപോലെ നമുക്ക് നോക്കാം. ജസ്റ്റ് വേറെ മെത്തേഡ് ഉണ്ട്, യൂണിറ്റ് വെച്ച് വേറെ ചെയ്യാം. ബട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഈ രീതിയിൽ കിട്ടാൻ പറ്റുമോ നോക്കാം. എന്ത് ചെയ്യാം, എന്താണ് പറഞ്ഞത്, അവരുടെ രണ്ടാളുടെയും പെർസെൻറ്റേജ് കണ്ടെത്തണം. അല്ല, രണ്ടാളുടെയും പെർസെൻറ്റേജ് കണ്ടെത്തണം. നോക്കാം, 4 വർഷം മുന്നേ എത്രയാണ്, 2ൻ്റെ എൻ്റെ കേസിലേക്ക് 4 വർഷം മുന്നേ എന്തായിരിക്കും, 2ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഈ നമ്പറിനോട് 4 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയുണ്ട്, 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതായത് നമ്മുടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ആദ്യത്തെ കേസാണ് എൻ്റെ പറയുന്നത് അല്ലേ, 36, 32, 40, 36. ഈ 4 നമ്പേഴ്സിനോട് 4 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് 2ൻ്റെ മൾട്ടിപ്പിൾ കിട്ടണം. 4 കൂട്ടിക്കഴിഞ്ഞാൽ 5ൻ്റെ മൾട്ടിപ്പിൾ കിട്ടണം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാം, 36നോട് 4 കുറച്ചാൽ എത്ര കിട്ടുക, 32. 2ൻ്റെ മൾട്ടിപ്പിളാണ്, അപ്പോൾ കുഴപ്പമില്ല. 36നോട് ഞാൻ എന്ത് ചെയ്യുന്നു, 4 കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക എത്രയാണ്, 40ആണ്. 40 5ൻ്റെ മൾട്ടിപ്പിളാണ്. സോ ഈ ഓപ്ഷൻ ആവാനുള്ള പോസിബിലിറ്റി മാത്രമാണ്. നമ്മളിങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. ആക്ച്വലി ചെയ്യുകയാണെങ്കിൽ പടപടാന്ന് ചെയ്തോക്കെ. ഓപ്ഷൻ എ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ 36 ആദ്യമുള്ളത് ഡി ഓപ്ഷനിൽ, അപ്പോൾ ഇതും ആവാനുള്ള പോസിബിലിറ്റി. അപ്പോൾ ഇത് രണ്ടിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. അടുത്ത 32 4 കുറച്ച് 28ആണ്. 28 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, 30നോട് ഞാൻ 4 കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടാം, 36 ആണ് കിട്ടുക. 36 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ ഓപ്ഷൻ ബി അല്ല. അടുത്ത കേസ് 40 4 കുറച്ച് 36, അത് പോസിബിൾ ആണ്. 40നോട് 4 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്, 44 കിട്ടുള്ളൂ. അതെന്തായിരിക്കില്ല, 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ ഇത് രണ്ടും ആൻസർ അല്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കേസ് എടുക്കുന്നത്. അപ്പോൾ എയും ഡിയും മാത്രം ചെക്ക് ചെയ്യണത്, എ ആണോ ഡി ആണോ ചെക്ക് ചെയ്യുന്നത്. അത് ബീൻ്റെ ഏജ് 40 ആണോ, ബീൻ്റെ ഏജ് 52 ആണോ നോക്കിയാൽ മതി. അതിനുണ്ട് ഇതേ മെത്തേഡ്. എന്താണ്, 4 വർഷം മുന്നേ ആണെങ്കിൽ എന്താണ്, ഈ കിട്ടിയ 40നോട് അല്ലെങ്കിൽ 52നോട് 4 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം, 3ൻ്റെ മൾട്ടിപ്പിൾ കിട്ടണം. കാരണം 2:3 ആണ് നമ്മുടെ റേഷ്യോ. 2:3 ആണ് റേഷ്യോ. 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 4 കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കണം, 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, അത് നോക്കാം നമുക്ക്. 40നോട് ഞാൻ എന്ത് ചെയ്യുന്നു, 4 കുറച്ച് 36, 3ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. 40നോട് ഞാൻ 4 കൂട്ടി 44, 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ, അല്ല. നമ്മുടെ ഈ ആൻസറും അല്ല, ഓപ്ഷൻ എയും അല്ല. നമ്മുടെ ആൻസർ ഏതാണ്, ഡി ആണ്, 52 ആണ്. ജസ്റ്റ് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. 52നോട് 4 കുറച്ചാൽ 48, 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 52നോട് 4 കൂട്ടിക്കഴിഞ്ഞാൽ 56 എന്ന് പറയുന്നത് 8ൻ്റെ മൾട്ടിപ്പിൾ, 8 56 അല്ലേ, 56. സോ നമ്മുടെ ആൻസർ എന്താണ്, 36ഉം 52 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 36ഉം അതുപോലെ 52 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് യൂണിറ്റ് കൺസെപ്റ്റ് വെച്ചുള്ള നമ്മുടെ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട്, ഈ നമ്മൾ ആദ്യം പറഞ്ഞ ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ട് ആൻസറിലേക്ക് എത്തുന്നു. ഓക്കെ, 1-2 ക്വസ്റ്റ്യൻസ് കൂടി ഇതുപോലെ നോക്കാം. എന്നിട്ട് നമുക്ക് പുതിയ ടൈപ്പിലേക്ക് പോവാം. The ratio of age of father to son is 5:2 ആണ് തന്നിട്ടുണ്ട്. 5:2. If the product of their ages in years is 1000, അവരുടെ ഏജ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിട്ട് 1000 ഉണ്ട്. ഫാദേഴ്സ് ഏജ് ആഫ്റ്റർ 10 years will be. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് യൂണിറ്റ് കണ്ടെത്താനുള്ള വേറൊരു മെത്തേഡാണിത്. അതായത് 2ൻ്റെ തന്നിട്ടുണ്ട്, പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഏജ് എന്ന് പറയുന്നത് 5ഉം 2ഉം ആണ് ബേസിക് റേഷ്യോ. അതിൻ്റെ പ്രൊഡക്റ്റ് എത്രയാണ്, 10 ആണ് അല്ലേ. ആക്ച്വലി എന്താണ്, 5 യൂണിറ്റും 2 യൂണിറ്റും അല്ലേ. നമ്മളെന്താ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, 5 യൂണിറ്റിനെയും 2 യൂണിറ്റിനാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കാരണം 5:2 ആണ്. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 10u² വിൽ ബി ഈക്വൽ ടു എത്ര കിട്ടുക, 1000 എന്ന് കിട്ടും. 10u² 1000 എന്ന് കിട്ടും. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായിരിക്കും, ഈ 0 ക്യാൻസലായി. യൂണിറ്റ് സ്ക്വയർ, ഒരു യൂണിറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 100, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും, എനിക്ക് 10 എന്ന് കിട്ടും. ഒരു യൂണിറ്റ് 10 ആണെങ്കിൽ ഇപ്പോഴത്തെ ഏജ് എത്രയാണ്, 50ഉം അല്ല 5:2 ആയതുകൊണ്ട് 5 × 10 50 കിട്ടും. 2 × 10 20 കിട്ടും. 50 20 ആണ് അവരുടെ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, 50ഉം 20ഉം ആണ് ഏജ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഫാദേഴ്സ് ഏജ് ഇപ്പോഴത്തെ 50 ആണ്. ഏജ് ആഫ്റ്റർ 10 years, 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഫാദേഴ്സിൻ്റെ ഏജ് ആണ്. അപ്പം നമ്മൾ 50നോട് 10 ആഡ് ചെയ്യണം, പ്ലസ് 10 എത്ര കിട്ടുക, 60 കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, 60. ഓപ്ഷൻ ബി 60. ക്ലിയർ ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് യൂണിറ്റ് കിട്ടാൻ വ്യത്യസ്ത മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞല്ലോ. നമ്മൾ പറഞ്ഞു ചിലപ്പോൾ എന്താ തരിക, സമ്മാണ് തരിക, ഏജിൻ്റെ സം ഇത്രയാണെന്ന് പറയും.
ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പ്രൊഡക്റ്റാണ് തന്നിട്ടുള്ളത്, രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് 1000 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു 5 യൂണിറ്റും 2 യൂണിറ്റും ആണ് അവിടെ ഏജ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് എത്ര ഇട്ട് 5 × 2 10 യൂണിറ്റ് സ്ക്വയർ എന്ന് കിട്ടും. ആ 10 യൂണിറ്റ് സ്ക്വയർ 1000 എടുത്ത് 1 യൂണിറ്റ് 10 കിട്ടി. 1 യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്മുടെ റേഷ്യോയോടെ മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഏജ് കിട്ടും. പ്രസൻറ്റ് ഏജ് അല്ല ക്വസ്റ്റ്യനിൽ ചോദിച്ചുള്ളത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ 10 വർഷത്തിന് ശേഷമുള്ള ഫാദറിൻ്റെ ഏജ് ആണ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ 50നോട് 10 കൂട്ടി 60 എടുത്തത്. ഓക്കെ, 50നോട് 10 ആഡ് ചെയ്തു 60 എത്തിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The age of father and son then the sum of age of father and son, his son is 100 years of now. 5 years ago their age was in the ratio 2:1. The ratio of age of father and son after 10 years will be എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ സം ഓഫ് ഏജ് എത്രയാണ്? 100 ആണ് അല്ലേ. രണ്ടാൾ അച്ഛൻ്റെയും മോൻ്റെയും സം എത്രയാണ്? 100 വയസ്സാണ്, 100 ഇയേഴ്സ് ആണ്. 5 years ago their age was in the ratio 2:1. അപ്പോൾ 5 വർഷം മുന്നേ അവരുടെ ഏജിൻ്റെ സം എത്രയായിരിക്കും? 5 വർഷം മുന്നേ ഇപ്പോൾ രണ്ടാൾ സമ്മം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 100 ആണ്. 5 വർഷം മുന്നേ അച്ഛൻ്റെ വയസ്സിനും 5 വയസ്സ് കുറയും, മകൻ്റെ വയസ്സിനും 5 വയസ്സ് കുറയും. അങ്ങനെ ടോട്ടൽ എത്ര കുറയും? 10 വയസ്സ് സമ്മെന്ന് പറയും അല്ലേ. അപ്പം 5 വർഷം മുന്നേ അവരുടെ സം എത്രയാണ്? 90 ആണ്. 5 വർഷം മുന്നേ സം എത്രയാണ്? 90. 5 വർഷം മുന്നേ 90 ആണ്. 5 വർഷം മുന്നേ റേഷ്യോ നമുക്ക് തന്നിട്ട് എത്രയാണ്? 2:1 എന്നുണ്ട്. 2:1. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 3 യൂണിറ്റ് അല്ലേ. 90 എന്ന് പറയുന്നത് 3 യൂണിറ്റ് ആണെന്ന് കിട്ടുമല്ലോ. അപ്പോൾ 1 യൂണിറ്റ് എത്രയായിരിക്കും? 1 യൂണിറ്റ് 30 ആണെന്ന് കിട്ടും. 1 യൂണിറ്റ് 30 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഏജ് എത്രയാണ്? 5 വർഷം മുന്നേയുള്ള ഏജ് 60ഉം അച്ഛൻ്റെ 60ഉം മകൻ്റെ എത്രയാണ്? 30 കിട്ടും. 60ഉം 30 കിട്ടും. ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? അപ്പോഴും 65ഉം 35ഉം. 10 വർഷം കഴിഞ്ഞാൽ 75ഉം 10 വർഷം കഴിഞ്ഞാൽ 75ഉം 45ഉം കിട്ടും. 75ഉം 45 കിട്ടും. കോമൺ ആയിട്ട് 15 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5:3 എന്ന് എഴുതാം. 5:3 ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ. സോ നമ്മുടെ ആൻസർ ഇതാണ് 5:3. കിട്ടിയോ? നമ്മൾ ആദ്യം യൂണിറ്റ് എങ്ങനെ കിട്ടുക പരിപാടി. നമുക്ക് എന്ത് ചെയ്യാം? 100 ഇയേഴ്സാണ് ഇപ്പോഴത്തെ സം എന്ന് പറയുന്നത്. 5 വർഷം മുന്നേ രണ്ടാളെ വയസ്സിന് 5 കുറയും. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 10 കുറയും. അങ്ങനെ 5 വർഷം മുന്നേ അവരുടെ സം എത്രയായിരിക്കും? 90 ആണ്. അതിൻ്റെ റേഷ്യോ നമുക്ക് 2:1 എന്ന് തരുന്നുണ്ട്. അതായത് 2+1 ബേസിക് റേഷ്യോ നമ്മൾ ആഡ് ചെയ്തു. 3 യൂണിറ്റ് ആയിരിക്കും 90 എന്ന് പറയുന്നത്. 1 യൂണിറ്റ് 30 കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടെ 5 വർഷം മുന്നേയുള്ള ഏജ് എത്രയാണ്? 60 30 വരും. കാരണം ആ യൂണിറ്റിന് നമ്മൾ ആ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 30 60 കിട്ടി. 1 × 30 30 കിട്ടി. അങ്ങനെയാണെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ വയസ്സ് എപ്പോൾ ആയിരിക്കും? 65ഉം 35ഉം ആയിരിക്കും. 10 വർഷം കഴിഞ്ഞാൽ 75ഉം 45ഉം. ആ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് റേഷ്യോ വയ്ക്കുമ്പോൾ ബേസിക് റേഷ്യോയിലേക്ക് മാറ്റണം. കോമൺ ആയിട്ടുള്ള ഡിവൈഡ് ചെയ്യണം. 75ഉം 45ഉം കോമൺ ആയിട്ട് 15 ഡിവൈഡ് ചെയ്തു. 5:3 എന്ന് ചെയ്തു. ഓപ്ഷൻ 5:3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A:B ഇതൊരു ടൈപ്പാണ്. A:B ബേസിക് ആയിട്ടുള്ള ടൈപ്പാണ്. A:B = 7:9 തരുന്നുണ്ട്. B:C = 15:7. അങ്ങനെയാണെങ്കിൽ A:C. A:B എന്ന് പറഞ്ഞാൽ എത്രയാണ്? A:B 7:9. A:B 7:9 ആണ്. 7:9 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം A:B എത്ര തന്നിട്ടുള്ളത്? A:B എന്ന് പറയുന്നത് എത്രയാണ്? 7:9 തന്നിട്ടുണ്ട്. 7:9 തന്നിട്ടുണ്ട്. അതുപോലെ B:C എന്ന് പറയുന്നത് എത്രയാണ്? B:C എന്ന് പറയുന്നത് 15:7 ആണ് തന്നിട്ടുണ്ട്. 15:7 ആണ് തന്നിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ട കാര്യം, ഈ രണ്ടിലും B കോമൺ ആയിട്ടുണ്ട് അല്ലേ. A 7 ആകുമ്പോൾ B 9 ആണ്. ഓക്കെ, B 15 ആകുമ്പോൾ C 7 ആണ്. ഇവിടെ ഈ 15-ന് പകരം 9 ആയിരുന്നെങ്കിൽ, ഇപ്പോൾ 9:8 എന്നായിരുന്നെങ്കിൽ, B:C 9:8 എന്നായിരുന്നെങ്കിൽ എനിക്ക് A:B:C എങ്ങനെ ഏതായിരുന്നു? 7:9:8 എന്നായിരുന്നു. കാരണം രണ്ട് സ്ഥലത്തും B കോമൺ ആണ്, സെയിം വാല്യൂ ആണ്. പക്ഷേ ഇവിടെ ബീൻ്റെ വാല്യൂ ഒരു സ്ഥലത്ത് 9 മറ്റൊരു സ്ഥലത്ത് 15 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒന്നുകിൽ അതിനെ കോമൺ ആക്കണം, അതിനെ സെയിം ആക്കണം. നമ്മളത് സെയിം ആക്കേണ്ട മെത്തേഡിലേക്ക് പോകണം. ജസ്റ്റ് ഒരു കാര്യം ഓർത്താൽ മതി. ഇങ്ങനെ തന്നു കഴിഞ്ഞിട്ട് നമ്മൾ A:B:C കാണാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യം ഒറ്റൊന്നേ ഉള്ളൂ. എന്ത് ചെയ്യണം? ആ മെത്തേഡാണ് ഞാൻ പറയുന്നത്. അതെന്ത് ചെയ്യാം? ഈ 15ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 15ഉം 7ഉം മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ എൻ്റെ സ്ഥാനത്ത് എഴുതുക.
15 ഇൻറ്റു 7 എത്രയാണ്? 105. 15 ഇൻറ്റു 7 105. രണ്ടാമത് എന്ന് വേണമെങ്കിൽ 15ഉം 9 അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 15ഉം 9 ഓക്കെ 135. മൂന്നാമത്തെ കേസ് എന്താ? 9ഉം 7ഉം മൾട്ടിപ്ലൈ ചെയ്യുക 63. ഇതായിരിക്കും നമ്മുടെ A/B/C എന്ന് പറയും. ഓക്കെ എന്താ പരിപാടി ചെയ്തത്? A/B എന്ന് പറയുന്നത് 7:9 കിട്ടി. B/C എന്ന് പറയുന്നത് 15:7 കിട്ടി. അപ്പോൾ ഞാൻ എന്താ 2 ബീനെയും സെയിം ആക്കാൻ പോവാണ്. എന്നാൽ നമുക്ക് ഈക്വലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തത്? ആദ്യം 15നെയും 7നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അത് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സ്ഥാനത്ത് ചെയ്തു. അതിനുശേഷം ഈ 15നെയും 9നെയും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ബീൻ്റെ സ്ഥാനത്ത് ചെയ്തും ഈ 9നെയും 7നെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു സീൻ്റെ സ്ഥാനത്ത് ചെയ്തു. അങ്ങനെയാണ് എനിക്കത് കിട്ടുക 15 ഇൻറ്റു 7 15 ഇൻറ്റു 7 ഈസ്റ്റു 15 ഇൻറ്റു 7 ഈസ്റ്റു 9 ഇൻറ്റു 15 9 ഇൻറ്റു 15 ഈസ്റ്റു 9 ഇൻറ്റു 7 9 ഇൻറ്റു 7 കിട്ടും. എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഡിവൈഡ് ചെയ്യുക. ഓക്കെ കോമൺ ആയിട്ട് ഡിവൈഡ് 3 വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ 5 വരും അല്ലേ? 5 വന്നു. ഇവിടെ 3 വന്നു. ഇവിടെ 3 വന്നു. അപ്പോൾ എത്രയാണ്? 5 35 വരും ഈസ്റ്റു 45 ഈസ്റ്റു 21. ഇതാണ് നമ്മുടെ A/B/C എന്ന റേഷ്യോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? A/C ആണ് ക്വസ്റ്റ്യൻ അല്ലേ? A/C അതായത് A 35ഉം C 21. അപ്പോൾ എന്താ എഴുതാം? 35:21 35:21 35:21 നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് 7 ഉണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 5:3 എന്നിട്ടും 5:3 5 നമ്മുടെ ഓപ്ഷൻ ഉണ്ടോ നോക്കുക. 5:3 ഓപ്ഷൻ എ. നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ A/B/C തന്നെയാണ് കാണേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യുക? A/C കാണാം. ഓക്കെ A/C കാണാം. അപ്പോൾ നമ്മൾക്ക് ബി കിട്ടാൻ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ബി നമ്മൾ സെയിം ആക്കിയിട്ടാണ് ഈ A/B/Cയിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ ഇപ്പോൾ ഇവിടെ ചെയ്ത ഓപ്പറേഷൻ ക്ലിയർ ആയോ? എന്താ ചെയ്തത്? 7:15 7നും 15നും മൾട്ടിപ്ലൈ ചെയ്തു. അത് ഞാൻ എൻ്റെ സ്ഥാനത്ത് എഴുതി. 9നെയും 7നെയും മൾട്ടിപ്ലൈ ചെയ്തു. എന്ത് എഴുതി? സീൻ്റെ സ്ഥാനത്ത് എഴുതി. 15നെയും 9നെയും മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് എഴുതി? ബീൻ്റെ സ്ഥാനത്ത്. ഇതാണ് നമ്മുടെ പരിപാടി. ഓക്കെ ഇപ്പോൾ നമ്മുടെ എയും സിയും ആണ് ചോദിച്ചെങ്കിൽ ശരിക്കും നമുക്ക് ഇത്രയൊന്നും ചെയ്യേണ്ട. A/B/C കാണേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? 15 15:7 അതുപോലെ 7:9 ഇതാണ് നമ്മുടെ രണ്ട് റേഷ്യോ അല്ലേ? A/Bയും B/Cയും A/Bയും. നമ്മൾ ചോദിച്ചാൽ A/C ആണ്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ 15നെയും 7നെയും മൾട്ടിപ്ലൈ ചെയ്യുക 7നെയും 9നെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. ആ റേഷ്യോ ആക്കിയത് 15:7 7:9. അതും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റിന് ഇവിടുന്ന് കട്ട് ചെയ്യാം. ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റിന് ഇവിടുന്ന് കട്ട് ചെയ്യാം. ഈ 7 ക്യാൻസൽ ആവും സ്വാഭാവികമായിട്ട് അല്ലേ? അതുപോലെ ഇവിടെ 5 വരും, ഇവിടെ 3 വരും. നമ്മുടെ ആൻസർ 5:3 വരും. 5:3 നമ്മുടെ ആൻസർ എത്തും. ഓക്കെ നമുക്ക് ഡയറക്റ്റ് ആണ് ചെയ്യാം. അപ്പോൾ ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ടുകൾ കിട്ടും. ഞാൻ പറഞ്ഞത് കൺസെപ്റ്റാണ്. എങ്ങനെയാണ് ആ മെത്തേഡിൽ A/B B/C തന്നു കഴിഞ്ഞാൽ A/B/Cയിലേക്ക് എത്തുക എന്നൊരു മെത്തേഡാണ് പറഞ്ഞത്. അത് വെച്ചിട്ട് ബാക്കി പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. A/B = 3:4 B/C = 8:9 then A/C ആയി ചോദിച്ചു. എയും സിയും നമ്മൾ റേഷ്യോ ചോദിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതാണെങ്കിൽ ഈ 3:8ഉം 4:9 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്രയാണ്? 3:8 24 4:9 36 കിട്ടും. 9 4 36. ഇവിടെ നമുക്ക് പിന്നെയും മൾട്ടിപ്ലൈ എന്ത് ചെയ്യാം? 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ 2:3 ഡയറക്റ്റ് കിട്ടും. 2:3 എന്ന് ഡയറക്റ്റ് ആൻസർ കിട്ടും. നമ്മൾ A/B/C ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് A/C ചോദിച്ചുകൊണ്ടാണ്. ഓക്കെ A/C ചോദിച്ചുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? A/B/C ആണ് ചോദിച്ചെങ്കിൽ A/B/C ആണ് ചോദിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3:4ഉം 3:4ഉം ഈസ്റ്റ് ഞാൻ ഇടുന്നില്ല. അവിടെ നടുക്കൊരു ഈസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ പോയിന്റ് ഇടാൻ ചെറിയ പണി. 3:4ഉം നമുക്ക് എന്ത് ചെയ്യാം? 8:9 ആണുള്ളത്. 8:9 ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. 8:9 ആണുള്ളത് വിചാരിക്കുക. ഓക്കെ A/B/C ആണ് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്ത് ചെയ്യുക? 8 × 3 24 വരും.
ഈ 8നെയും 4നെയും മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ പിൻ്റെ സ്ഥാനത്ത് എത്ര വരും? 8 × 4 32 വരും. അടുത്ത് സീൻ്റെ സ്ഥാനത്ത് ഏത് വരാം? ഈ 9 4 36 മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, ഇനി എന്നോട് ക്വസ്റ്റ്യൻ A/C ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഈ 24നെയും 36നെയും മാത്രം കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ A/B/C ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങളെ വെച്ച് ഡിവൈഡ് ചെയ്യും. 4 കോമൺ, അപ്പോൾ 6:8:9 എന്ന് വരും. A/B/C അല്ല ചോയ്സ്, A/C മാത്രമാണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? 24നെയും 36നെയും മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അതിൽ നമുക്ക് 2:3 എന്ന രീതിയിലേക്ക് എത്താം. അവിടെ നമുക്ക് A/B/C കാണേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് എന്ത് ചെയ്താൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ 3 × 8ഉം 4 × 9ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അത് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇന്ന് ഇത്രയാണ്. ഒരു പ്രോബ്ലം കൂടെ നോക്കാം അല്ലേ? ഒരു പ്രോബ്ലം കൂടെ നോക്കാം. A/B സെയിം പ്രോബ്ലം. A/B = 3:2, B/C = 3:4, then A/C. എന്താ ചെയ്യുക? 3 × 3 2 × 4 3 9:8 9:8 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 9:1. എങ്ങനെ എഴുതാം? 3 2 3 4 ഇങ്ങനെയാണ് ആ റേഷ്യോ ഉള്ളത് അല്ലേ? നമ്മൾ A/B 9:8. ഇനി A/B/C ആണ് ചോദിച്ചെങ്കിൽ എന്ത് വരും? 9:, ഈ 3ഉം 2 മൾട്ടിപ്ലൈ 6:4 2 8 9:6:8 ആയിരിക്കും A/B/C എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.